ഇന്ത്യയുടെ ആദ്യ ലോക്പാലായി സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷി നിയമിതനായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ ലോക്പാൽ നിയമസഭയുടെ തീരുമാനത്തിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനുമതി നൽകുകയായിരുന്നു. അഴിമതി വിരുദ്ധ ഓംബുഡ്സ്മാനായ ലോക്പാലിനെ നിയമിക്കാൻ 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് NDA സർക്കാർ തയ്യാറായിരിക്കുന്നത്. ജസ്റ്റിസുമാരായ ദിലീപ് ബി ഭോസലെ, പ്രദീപ് കുമാർ മൊഹന്തി, അഭിലാഷ കുമാരി, അജയ് കുമാർ ത്രിപാഠി എന്നിവരെ ജുഡീഷ്യൽ അംഗങ്ങളായും, മുൻ SSB അധ്യക്ഷ അർച്ചന രാമസുന്ദരം, മുൻ മഹാരാഷ്ട്ര ചീഫ് സെക്രട്ടറി ദിനേശ് കുമാർ ജെയിൻ, മഹേന്ദ്ര സിംഗ്, ഇന്ദ്രജിത്ത് പ്രസാദ് ഗൗതം എന്നിവരെ നോൺ ജുഡീഷ്യൽ അംഗങ്ങളായും നിയമിച്ചു. രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ ഉന്നയിക്കപ്പെടുന്ന അഴിമതി ആരോപണങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കാൻ നിയോഗിക്കപ്പെട്ടതാണ് ലോക്പാൽ. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, MP-മാർ എന്നിവരും മുൻപ് ഈ പദവികളിൽ ഉണ്ടായിരുന്നവരും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും ലോക്പാലിന്റെ പരിധിയിൽ പെടുന്നവരാണ്. സർക്കാർ സഹായം സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾ, പ്രതിവർഷം 10 ലക്ഷം രൂപയിലധികം വിദേശ സംഭാവന സ്വീകരിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയും ഈ പരിധിയിൽ വരും. മതധർമ്മ സ്ഥാപനങ്ങൾ നിയമപരിധിയിൽ വരില്ല. സംസ്ഥാനങ്ങളിൽ ലോക്പാലിന്റെ സ്ഥാനത്ത് ലോകായുക്തയാണ്. ലോകപാല, അതായത് ജനങ്ങൾ, പാലകർ എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നാണ് ജനങ്ങളുടെ സംരക്ഷകൻ എന്ന അർത്ഥത്തിൽ ലോക്പാൽ എന്ന പേരുണ്ടായത്. രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളെല്ലാം പരിശോധിക്കുന്നത് ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് ആയിരിക്കും. അദ്ദേഹമാണ് ആദ്യ ലോക്പാലായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.